ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ അഥവാ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന് പറഞ്ഞ ചാപ്റ്റർ 20 മിനിറ്റിൽ സമ്മറി അല്ല ഫുൾ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ ഒരു ചാപ്റ്ററിലെ പരീക്ഷയിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും 20 മിനിറ്റ് കൊണ്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ സാർ യൂസ്ഫുൾ ആയി ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. എല്ലാ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പെട്ടെന്ന് പഠിക്കേണ്ടവർക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഈ എനർജി കൺവേർഷൻ അഥവാ ഊർജ്ജ പരിവർത്തനമാണ്. പരീക്ഷയിൽ ചോദിക്കും ഒരു ബൾബ് എന്ത് എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന ബൾബിന് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടോ, അഥവാ ബൾബ് ഇലക്ട്രിക്കൽ എനർജിയാണ് ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നത് എന്ന് വൃത്തി എഴുതി വെക്കണം. വൈദ്യോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റ് അഥവാ പ്രകാശ ഫലം എന്ന് വിളിക്കുക. അപ്പോൾ അതും പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ മറ്റുള്ള ഡിവൈസിന്റെ എനർജി കൺവേർഷൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഫാൻ ആണെങ്കിൽ എന്താ ചെയ്യുക, ഫാന് ഇലക്ട്രിക്കൽ എനർജി തന്നെ എടുക്കുക, എന്നത് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു, യാന്ത്രിക ഊർജ്ജമാക്കി മാറ്റുന്നു. ഇതിനാണ് നമ്മൾ മെക്കാനിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അഥവാ യാന്ത്രിക ഫലം എന്ന് വിളിക്കുക. സിമ്പിളായി മനസ്സിലായി. ഈ സെയിം എഫക്റ്റ് ആണ് ഈ ഡിവൈസിൽ ഉണ്ടാവുക. മിക്സി ആണെങ്കിലും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറുന്നു, കടന്ന് കറങ്ങല്ല ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ ആണ് കടന്ന് കറങ്ങുക ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറ്റുന്നു. മോട്ടറും ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കിയാൽ മാറ്റാം. ഇൻഫാക്ട് ഈ ആൾക്കാരിലൊക്കെ എന്താണുള്ളത്, ഈ മോട്ടർ തന്നെയാണുള്ളത്. മോട്ടറിന്റെ എനർജി കൺവേർഷൻ എന്താ, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയി മാറുന്നു. മെക്കാനിക്കൽ എഫക്റ്റ് ആണ്. മോട്ടർ ഉള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡിങ് ഫാൻ ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എല്ലാവർക്കും സെയിം എനർജി കൺവേർഷൻ ആയിരിക്കും എന്നുള്ള ലോജിക്ക് മനസ്സിലാക്കി വെക്കാം. ലാസ്റ്റ് എനർജി കൺവേർഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് അയൺ ബോക്സിലെ, വിച്ച് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി അഥവാ താപോർജ്ജമായി മാറുന്നു. ഈ സെയിം എനർജി കൺവേർഷൻ ആണ് ഇലക്ട്രിക് കെറ്റിലും അതുപോലെ സോൾഡറിങ് അയണിലും നടക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. പരീക്ഷയിൽ എനർജി കൺവേർഷൻ ബേസ്ഡ് ആയ ഒരു ചോദ്യം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന എന്ത് ഉപയോഗിച്ചിട്ടാണ്, പല സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും അടിപൊളിയായിട്ട് ആ പണി ചെയ്യുന്നത് നിക്രോം വയറാണ്. നിക്രോം വയറിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ധാരാളമായിട്ട് ഹീറ്റ് ഉണ്ടാക്കും. ഇങ്ങനെ ഹീറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ വിളിക്കുക ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ ജൂൾ ഹീറ്റിംഗ് എന്നോ ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിച്ചാൽ ഈ സെയിം പരിപാടിയാണ്. ഡെഫിനിഷൻ പരീക്ഷ ചോദിക്കും. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഈസ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. പരീക്ഷയിൽ എഴുതി വെക്കണം. ഈ ഹീറ്റിംഗ് ഉണ്ടാവുന്ന ഒരു സ്പെസിഫിക് പാർട്ടിലല്ലേ, ഈ മൊത്തം സർക്യൂട്ടിൽ ഹീറ്റിംഗ് ഉണ്ടാവില്ലല്ലോ. ആ സ്പെസിഫിക് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന്. പരീക്ഷയിലേക്ക് ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് 1 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ എഴുതി വെക്കണം. ദ പാർട്ട് യൂസ് ടു പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി ഇൻ ഹീറ്റിംഗ് അപ്ലയൻസസ് ഇസ് ഹീറ്റിംഗ് എലമെന്റ്. നോക്കുക, താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് എലമെന്റ് ആരാണ്, നിക്രോം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരീക്ഷയിൽ ചോദിക്കും ഈ ഹീറ്റിംഗ് എലമെന്റ് അഥവാ ഹീറ്റിംഗ് കോയിലായിട്ട് ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കുന്ന സാധനം എന്താണ്, അതിന്റെ ആൻസർ നിക്രോം തന്നെയാണ്. ഓക്കെ, കോപ്പർ ഉപയോഗിക്കാം, അലുമിനിയം ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആരാണ്, നിക്രോം ആണ്. അപ്പോൾ എഴുതി വെക്കണം. ദി ഹീറ്റിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഓഫ് ആൻ അലോയ്, ഒരു ലോഹ സങ്കരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവന്റെ പേരാണ് നിക്രോം. നിക്രോം ഒരു അലോയ് ആണ്, അതായത് മൾട്ടിപ്പിൾ മെറ്റൽസ് ചേർന്ന് ഉണ്ടാക്കിയ സാധനമാണ് നിക്രോം. ഏതൊക്കെയാണ് മെറ്റൽസ് എന്ന് പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നിക്കൽ പേരിലുണ്ട്, ക്രോമിയം പേരിലുണ്ട്, അതുപോലെ അയൺ പേരിലില്ല. ഈ നിക്കലും ക്രോമിയോ അയണിന്റെയും ചേർന്നിട്ടുള്ള ലോഹ സങ്കരം അഥവാ അലോയ് ആണ് നിക്രോം എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന സാധനമാണ് ഈ നിക്രോമിന്റെ പ്രോപ്പർട്ടീസ്. 4 പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചു വെക്കുക. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഓക്സിഡേഷനോട് നല്ല പ്രതിരോധം ഉണ്ടെന്നുള്ള കാര്യം ആദ്യത്തെ പ്രോപ്പർട്ടി. ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പരീക്ഷയിൽ. എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ്. നല്ല അവനെ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ ഹീറ്റിംഗ് കോയിലായിട്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഹയർ റെസിസ്റ്റിവിറ്റി ആണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ആണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നല്ല റെസിസ്റ്റിവിറ്റി ഉണ്ട്, നല്ല ഹീറ്റ് തരാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. എവിടെ പെട്ടെന്ന് മെൽറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഉപയോഗിക്കാൻ കൊള്ളുമോ ഹീറ്റിംഗ് കോയിലായിട്ട്? ഇല്ല. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് മെൽറ്റ് ആയി പോവില്ല. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് ഹീറ്റിംഗ് കോയിലിന്റെ അഥവാ നിക്രോമിന്റെ പഠിച്ചു വെക്കണം. ഈ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും ഹീറ്റ് ഉണ്ടാക്കുന്ന 2 ഡിവൈസ് പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം. ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവും. മൈക്രോവേവ് ഓവനിലും ഇൻഡക്ഷൻ കുക്കറിലും ഹീറ്റിംഗ് കോയിൽ ഇല്ല. ആ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയാണ് അവർ ഹീറ്റ് ഉണ്ടാക്കുന്നത്. പരീക്ഷയിൽ അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയുടെ ബന്ധമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണോ, റെസിസ്റ്റിവിറ്റി അഥവാ റോ എന്ന് പറഞ്ഞ ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുക. റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ആണ്. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു. സിമ്പിൾ 1 മാർക്കിന് ന്യൂമറിക്കലായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഓരോ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ റെസിസ്റ്റിവിറ്റി ഉണ്ടാവും. സിൽവറിന് റെസിസ്റ്റിവിറ്റി ഉണ്ടാവും, കോപ്പറിന് ഉണ്ടാവും, അലുമിനിയത്തിന് ഉണ്ടാവും, നിക്രോമിന് ഉണ്ടാവും. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. എന്നാൽ
റെസിസ്റ്റൻസോ? റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിലാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിനെ മാത്രമാണ്, അല്ലാണ്ട് റെസിസ്റ്റൻസിനെയോ ലെങ്തിനെയോ ഒന്നും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തില്ല എന്നുള്ളവരും ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഉള്ള കണ്ടക്ടിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എത്രത്തോളം കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ അത്രത്തോളം കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ഈ കണ്ടക്ടിവിറ്റിന്റെ ചിഹ്നം സിഗ്മയാണ്. ഈ സിഗ്മയും റെസിസ്റ്റിവിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റിവിറ്റി. ദിസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്നുള്ള കാര്യം ഓർത്തുക. സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്കോ അല്ലെങ്കിൽ ഫോർമുല ഐഡന്റിഫൈ ഉള്ള MCQ ചോദ്യമൊക്കെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. അടുത്താണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, വിച്ച് ഇസ് ജൂൾസ് ലോ അഥവാ ജൂൾ നിയമം. അത് ബേസിക്കലി കോൺസെപ്റ്റ് എന്താണ്? കറണ്ട് കടത്തി വിടുമ്പോൾ ഹീറ്റ് ഉണ്ടാവും അല്ലെ? എത്ര ഹീറ്റ് ഉണ്ടാവും എന്നാണ് ജൂൾ പറഞ്ഞത്. ഈ ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, നേരെ അനുപാതത്തിലായിരിക്കും ആരോടൊക്കെ? കറണ്ടിന്റെ സ്ക്വയർ, റെസിസ്റ്റൻസ്, ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ഈ 3 കാര്യങ്ങളോടും നേർ അനുപാതത്തിലായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക, എക്സാമിൽ എന്തായാലും ചോദിക്കും. ഇംഗ്ലീഷിൽ മലയാളത്തിൽ നമ്മൾ വൃത്തിക എഴുതി വെക്കുക. ഈ ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് I²RT, പിന്നെ V²/R×T, പിന്നെ VIT. ഈ 3 ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുക. കാരണം ഇത് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് എന്തായാലും പരീക്ഷയിൽ ചോദിക്കും. ന്യൂമറിക്കൽസ് ഈ രീതിയിലേക്കാണ് വരിക. കറണ്ട് തരും, റെസിസ്റ്റൻസ് തരും, ടൈം തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് എ ഹീറ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? H=I²RT ഫോർമുലയിൽ ഈ പറഞ്ഞ Iയും Rഉം T ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഹീറ്റ് എപ്പോഴും ജൂളിലായിരിക്കും വരിക. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ചോദ്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പരീക്ഷയിൽ എന്തായാലും വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ഇവർ മിനിറ്റിലാണ് തന്നെങ്കിൽ 5 മിനിറ്റ് എന്നല്ല തന്നത്. അപ്പോൾ ആ മിനിറ്റിനെ സെക്കൻഡ്സിലേ ആക്കണം. മിനിറ്റിനെ സെക്കൻഡിലാക്കാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 300 സെക്കൻഡ് കിട്ടും. അത് ചെയ്തിട്ട് വേണം ഇവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ടൈം നിങ്ങൾ ഒന്നെങ്കിൽ 5 കിട്ടിയത് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ 300 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഇട്ട് വെക്കുക. ആ സെക്കൻഡിലേക്ക് കൺവേർഷൻ നിങ്ങൾ ചെയ്യണം. സാർ അപ്പോൾ ഓൾറെഡി 5 സെക്കൻഡ് തന്നാലോ? അപ്പം നിങ്ങൾ കൺവേർട്ട് ചെയ്യണ്ട, 5 ഇട്ട് കൊടുത്താൽ മതി. 5 മിനിറ്റ് എന്ന് വന്നാൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സെക്കൻഡിലാക്കി ഇടുക. അപ്പോൾ ബി പാർട്ടിൽ ഒന്നുമില്ല, കറണ്ട് 1 ആംപിയർ ആക്കി. അപ്പോൾ 1 ആംപിയർ ആക്കിയാൽ കറണ്ടിന് പറഞ്ഞാൽ 1 ആംപിയർ ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ പരീക്ഷയിൽ എന്തായാലും വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. പരീക്ഷയിൽ വേറെ ടൈപ്പും വരാം. വോൾട്ടേജ് ഇത്ര തന്നു, റെസിസ്റ്റൻസ് ഇത്ര തന്നു, ടൈം ഇത്ര തന്നു. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? I²RT ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം I തന്നിട്ടില്ല. അപ്പോൾ വിയും ആറും ടി ആണ് തന്നെങ്കിൽ നിങ്ങൾ V²/R×T എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുക. വിയും ഐയും ടി ആണ് തന്നെങ്കിൽ VIT എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ ആരൊക്കെയാണ് തന്നെന്നുള്ള ആരും എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ വിയും ആറും ടി ആണ് തന്നെങ്കിൽ V²/R×T എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട് ആൻസർ എന്താണ്? വീണ്ടും ജൂളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈമിന്റെ കാര്യം വീണ്ടും ഇവിടെ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 മിനിറ്റിനെ സെക്കൻഡിലാക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 600 സെക്കൻഡ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 230, 920 ഒക്കെ മൾട്ടിപ്പിൾസ് ആണ്. 230യുടെ മൾട്ടിപ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചാൽ 230 × 2 460 ആണ്, 230 × 3 690 ആണ്, 230 × 4 ആണ് 920. അപ്പോൾ കട്ടായി പോകാനുള്ള അവസരമായിരിക്കും എപ്പോഴും പരീക്ഷയിൽ വരിക. അപ്പോൾ കട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. 230 × 4 വരെ പഠിച്ചാൽ മതി. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഹീറ്റിന്റെ ഫോർമുല ഉപയോഗിച്ച് എന്തായാലും പരീക്ഷ ന്യൂമറിക്കൽ വരും. ഈ 2 ന്യൂമറിക്കൽ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ലൈവ് ക്ലാസ്സിലൊക്കെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ചോദ്യം ഉറപ്പാണ് കേട്ടോ. Power is the quantity of work done by an electric appliances per unit time. ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിക്ക് തുല്യമാണ്. കാരണം എന്തൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ഹീറ്റ് എനർജി ആയാൽ മാറുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ അറ്റ്ലീസ്റ്റ് അയൺ ബോക്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഹീറ്റ് എനർജി ബൈ ടൈം എന്നുള്ള ഫോർമുലയും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ഫോർമുല കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീറ്റിന് 3 ഫോർമുലയല്ലോ, I²RT, V²/RT, VIT. അതിൽ ടി എടുത്ത് കളഞ്ഞേ, I²R, V²/R, VI. അപ്പോൾ നിങ്ങൾക്ക് പവറിന്റെ ഫോർമുല കിട്ടും. അപ്പോൾ പവറിന്റെ 3 ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല. ഹീറ്റിന്റെ ഫോർമുലയിൽ ടൈം ഇല്ലാണ്ട് ഓർത്ത് വെക്കുക. കാരണം ഹീറ്റ് ബൈ ടൈം അല്ലോടോ പവർ. അപ്പോൾ ആ ടൈം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പവറിന്റെ 3 ഇക്വേഷൻ കിട്ടി. ഇത് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയിൽ വരും. സിമ്പിൾ ചോദ്യങ്ങൾ വരും, ടഫുള്ള ചോദ്യങ്ങൾ വരെ വരാം. ഇഫ് എ ഡിവൈസ് കൺസ്യൂംസ് 300 ജൂൾ ഇൻ 1 മിനിറ്റ്, വാട്ട് ഈസ് എ പവർ? എന്താണോ 300 ജൂളാണ് ഹീറ്റ്. അപ്പോൾ ഹീറ്റിന് വേറെ ഇട്ട് കൊടുക്കുക. ടൈം 1 മിനിറ്റ് സെക്കൻഡ്സിലേ ആക്കണം, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ പവർ കിട്ടും 5 വാട്ട്. പവറിന്റെ യൂണിറ്റ് ഓർത്ത് വെച്ചോ മക്കളെ, വാട്ട് ആണ്. അപ്പോൾ സിമ്പിൾ ഫോർമുല വെച്ചിട്ട് പരീക്ഷയിൽ ചോദ്യം വരാം. വേറെ രീതിയിലും വരാം. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് തരാം, കറണ്ട് തരാം. വിയുമായി തന്നാൽ നിങ്ങൾ പവർ VI ഫോർമുല ഉപയോഗിക്കുക. അതെവിടെയാണ് സാർ? എടോ പവറിന്റെ 3 ഇക്വേഷൻ അല്ലേ? വിയുമായി തന്നാൽ ഇത് ഉപയോഗിക്കുക, വിയുമാറ് തന്നാൽ ഇത് ഉപയോഗിക്കുക, IUമാറ് തന്നാൽ ഇത് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ആൻസർ വീണ്ടും വാട്ടിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹീറ്റ് ബൈ ടൈം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? ഇവിടെ ഹീറ്റും ടൈമും തന്നിട്ടില്ലല്ലോ. അപ്പോൾ തന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ പവർ തന്നു, ടൈം തന്നു, എന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഹീറ്റ്.
ഒരു ബുദ്ധിമുട്ടില്ല. വീണ്ടും പവർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം ഉപയോഗിക്കുക. പവറും ടൈമും തന്നു, ഹീറ്റ് ആണ് വേണ്ടെങ്കിൽ ടൈമിന് അങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പോൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് കിട്ടും. അപ്പോൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഉപയോഗിക്കുക. ടൈമിനെ നിങ്ങൾ സെക്കൻഡ്സിലേക്ക് മാറ്റുക, പവർ ഇൻറ്റു ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹീറ്റിന്റെ ആൻസർ ഇടും. അപ്പോൾ പവർ തന്നിട്ട് ഹീറ്റും ചോദിക്കാം, ഒന്നുമില്ല, സെയിം ഫോർമുല തന്നെ ഉപയോഗിക്കുക, തിരിച്ചിടാമെന്നുള്ളൂ. അപ്പോൾ ഈ ഫോർമുല എഴുതി വെച്ചാൽ ഈസി ആയിട്ട് എല്ലാ ആൻസറും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതായിരിക്കും എന്നുള്ള ലോജിക്ക് മനസ്സിലാക്കാം. അടുത്ത കാര്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പവറിന്റെ ഒരു യൂണിറ്റ് ആണ് വാട്ട്, മറ്റൊരു യൂണിറ്റ് ആണ് വോൾട്ട് ആംപിയർ. രണ്ടും സെയിം ആണ്. വൺ വാട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് ആംപിയറും സെയിം ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ പവർ കൺസ്യൂംഡ് ബൈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇസ് റെക്കോർഡഡ് ഇൻ വാട്ട്. ഒരു ഡിവൈസ് ഫോർ എക്സാമ്പിൾ ബൾബ് ആയിക്കോട്ടെ, ഇലക്ട്രിക് അയൺ ബോക്സ് ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, അത് ആക്ച്വലി കൺസ്യൂം ചെയ്യുന്ന പവർ നമ്മൾ കൂടുതൽ വാട്ട്സിലാണ് പറയുക. എന്നാൽ ബട്ട് ദി പവർ ദാറ്റ് ക്യാൻ ബി സപ്ലൈഡ് ബൈ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് ഡിവൈസസ് ഈസ് ഗിവൺ ഇൻ വോൾട്ട് ആംപിയർ. ഫോർ എക്സാമ്പിൾ ഒരു UPS, ഒരു സോളാർ പാനൽ, ഒരു ഇലക്ട്രിക് ജനറേറ്റർ, അത് തരുന്ന സപ്ലൈ ചെയ്യുന്ന പവറിനെ നമ്മൾ വാട്ട്സിലല്ല പറയാറ്, നമ്മൾ പൊതുവെ വോൾട്ട് ആംപിയറിലാണ് പറയാറ്. ആ വ്യത്യാസം ഒന്ന് ഓർത്ത് വെച്ചാൽ പരീക്ഷയിൽ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബേസ് ആയിട്ട് പരീക്ഷയിൽ ടഫ് ചോദ്യം വേണം വരാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദ്യമുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്, പരീക്ഷയിൽ ടഫായിട്ട് എക്സാം വരികയാണ് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് മാർക്ക്ഡ് 800 വാട്ടും 240 വോൾട്ട് പ്രൊഡ്യൂസ് എ പവർ ഓഫ് 200 വാട്ട്. ചോദ്യം മനസ്സിലായി പറഞ്ഞുതരാം. എടോ, ഈ സാധനം 800 വാട്ട് 240 വോൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അർത്ഥം 240 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 800 വാട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് ജീവിതകാലം മൊത്തം അവൻ എന്ത് ചെയ്യില്ല, 800 വാട്ട് ഒന്നും ഉണ്ടാക്കില്ല. കറണ്ട് കൊടുത്തില്ല 800 വാട്ട് ഉണ്ടാക്കും ഇല്ല, 240 വോൾട്ട് കൊടുത്താൽ 800 വാട്ട് ഉണ്ടാക്കുന്ന അതിന്റെ അർത്ഥം. അങ്ങനെയാണ് ചോദ്യം, എത്ര വോൾട്ടേജ് കൊടുത്താലാണ് 200 വാട്ട് ഉണ്ടാക്കുക? കുറച്ചുകൂടി കുറവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ട് പവർ കുറഞ്ഞ് 200 വാട്ട് ആവില്ലേ? അങ്ങനെയാണ് എത്ര വോൾട്ടേജ് വരുമ്പോഴാണ് ഈ 200 വാട്ടിലേക്ക് ഇവൻ കുറയുക പവർ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പവർ ഇസ് ഈക്വൽ ടു V²/R എന്ന ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ട് ഇവന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. കാരണം പവറും വോൾട്ടേജ് തന്നിട്ടുണ്ട്, അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ 6 ഇങ്ങോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്തിട്ട് റെസിസ്റ്റൻസ് നമുക്ക് 72 ഓം എന്ന് കിട്ടും. കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങൾക്ക് 72 ഓം ആണ് ഇവന്റെ റെസിസ്റ്റൻസ് കിട്ടും. റെസിസ്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ രസകരമായുള്ള ഈ റെസിസ്റ്റൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾ പവറും വോൾട്ടേജ് ഒക്കെ മാറ്റിയോ, പക്ഷെ റെസിസ്റ്റൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പവർ നമ്മൾ എടുത്തില്ലേ, പുതിയ പവർ എന്താണോ, ന്യൂ പവർ എത്രയാ, ഈ 200 വാട്ട്. പക്ഷെ റെസിസ്റ്റൻസ് ന്യൂ ഒന്നല്ല, റെസിസ്റ്റൻസ് ഈ എന്താണ് 72 ഓം തന്നെയാണ്. അപ്പൊ നമ്മൾ വീണ്ടും P = V²/R ഉപയോഗിക്കുന്നു. എന്നിട്ട് പവർ നമ്മൾ എടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, പുതിയ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ. അപ്പൊ റീഅറേഞ്ച് ഒക്കെ ചെയ്യുക, അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വോൾട്ടേജ്, പുതിയ വോൾട്ടേജ് 120 വോൾട്ട് ആണ്. അതായത് ശ്രദ്ധിക്കുക, പവർ 200 വാട്ട് കിട്ടണമെങ്കിൽ, പവർ 200 വാട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട വോൾട്ടേജ് അല്ലെ കുറയ്ക്കേണ്ട വോൾട്ടേജ് എത്രയാണ്, 120 വോൾട്ട് ആണ്, അത്രേ ഉള്ളൂ. അതായത് 240 വോൾട്ട് കൊടുത്താൽ 800 വാട്ട് പവർ കിട്ടും. എന്നാൽ 120 വോൾട്ടേ കൊടുത്താൽ, അത്രേ കൊടുത്തുള്ളൂ എങ്കിൽ 200 വാട്ട് ആയിരിക്കും പവർ കിട്ടും. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. പക്ഷെ പരീക്ഷ ടഫായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് അവർ മീറ്റർ ആണ്. എന്താണ് വാട്ട് അവർ മീറ്റർ? ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ ഹൗസസ് ക്യാൻ ബി മെഷർഡ് ഡയറക്ട്ലി ബൈ വാട്ട് അവർ മീറ്റർ. ഈ വാട്ട് അവർ മീറ്റർ ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുള്ള കാര്യം അളക്കുക. ഈ വാട്ട് അവർ മീറ്ററിൽ എന്ത് യൂണിറ്റിലാണ് ഇലക്ട്രിക്കൽ എനർജി അളക്കുന്നത്? കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദിസ് ഈസ് ദി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതാണ് വ്യാവസായിക യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പരീക്ഷയിൽ 1 മാർക്ക് ചോദ്യം വരും. എന്താണ് 1 കിലോ വാട്ട് അവർ എന്ന് ചോദിക്കും. 1 കിലോ വാട്ട് അഥവാ 1000 വാട്ടുള്ള സാധനം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ അത് എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു, അതാണ് 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ ഓർ 1 യൂണിറ്റ് എന്ന് വിളിക്കും ഓഫ് ഇലക്ട്രിക് എനർജി ഇസ് ദി എനർജി കൺസ്യൂംഡ് ബൈ ആൻ അപ്ലയൻസ് വിത്ത് 1 കിലോ വാട്ട് അഥവാ 1000 വാട്ട് പവർ ഇൻ 1 അവർ. 1 മണിക്കൂറിൽ അവൻ കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ്. ഇത് ബേസ് ആയിട്ട് ന്യൂമറിക്കൽസ് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ബൈ 1000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം നിങ്ങൾ അവറിൽ തന്നെ വെച്ചാൽ മതി. കാരണം എന്താണ്, ഈ ഇലക്ട്രിക് എനർജി കിട്ടാൻ പോകുന്നത് കിലോ വാട്ട് അവറിലാണ്. അപ്പൊ ടൈം നിങ്ങൾ അവറിന് സെക്കൻഡിലേക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, അവറിൽ തന്നെ വെക്കുക. അപ്പൊ ആൻസർ കിലോ വാട്ട് അവറിലായിരിക്കും വരിക. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് പരീക്ഷയിൽ ചോദ്യം വരും. ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തുക, 1 കിലോ വാട്ടും ജൂളും തമ്മിൽ ബന്ധം പഠിച്ചു വെച്ചോ. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 × 10⁶ ജൂൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. 1 കിലോ വാട്ട് അവർ അല്ല, 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 3.6 × 10⁶ ജൂൾ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ന്യൂമറിക്കൽസ് പരീക്ഷയിൽ വരും. കാൽക്കുലേറ്റ് ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് വിത്ത് 500 വാട്ട് ഗ്രൈൻഡർ ആൻഡ് 600 വാട്ട് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ് ഫോർ 2 മണിക്കൂർ. എത്ര എനർജി ആയിരിക്കും ഉണ്ടാവുക? ആദ്യം ടോട്ടൽ പവർ കണ്ടുപിടിക്കുക. 500, 600, 1100. ടൈം ഇത്. അപ്പോൾ ഫോർമുല എന്താ? പവർ ഇൻറ്റു ടൈം ബൈ 1000 അല്ലേ? പവർ 1600, 100, ടൈം 2 മണിക്കൂർ. മണിക്കൂറിൽ തന്നെ വെക്കാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ 2.2 കിലോ, അതാണ് ആൻസർ. അതിനെ 2.2 യൂണിറ്റ് എന്ന് എഴുതാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ന്യൂമറിക്കൽ എന്തായാലും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. പിന്നെ ടൈം ഓഫ് ഡേ ബില്ലിംഗ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ KSEB നമുക്ക് ബില്ലടിക്കുന്നത്, ഈ വാട്ടിൽ വരുന്ന എനർജി ഇല്ലേ, അത് ബില്ലടിക്കുന്നത് ഒരേ പോലെ അല്ല ഒരേ സമയത്ത്.
ഫോർ എക്സാമ്പിൾ ഇതിൽ 6 മണി രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ മിനിമം ബില്ലിംഗ് ആയിരിക്കും ഉണ്ടാവുക. റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ബില്ലിംഗ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ടൈം മാക്സിമം ആയിരിക്കും ഉണ്ടാവും. ഭയങ്കര അധികം ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ നോർമൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് ടൈം ഓഫ് ഡേ ബില്ലിംഗ്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ഓർത്ത് വെച്ചാൽ മതി. രാവിലെ 6 to വൈകുന്നേരം 6 മിനിമം ആയിരിക്കും ഉണ്ടാവുക. വൈകുന്നേരം 6 to രാത്രി 10 മാക്സിമം. പിന്നെയുള്ള ബാക്കിയുള്ള സമയം നോർമൽ ആയിരിക്കും എന്നുള്ള ചാർജ് നോർമൽ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള എനർജി സ്റ്റാർ റേറ്റിംഗിനാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി, 1 സ്റ്റാർ റേറ്റിംഗ് ആണ് ഏറ്റവും കുറവ് എഫിഷ്യൻസി. ഈ എഫിഷ്യൻസി അഥവാ ഈ സ്റ്റാറിലേക്ക് പോകുമ്പോൾ ഗുണം എന്താണ്? എനർജി കൺസംപ്ഷൻ ലോ ആയിരിക്കും. വളരെ കുറച്ച് എനർജി ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അഡ്വാൻറ്റേജസ് ഓർത്ത് വെക്കുക. ഹൈ റേറ്റിംഗ് ഉള്ള സാധനം വാങ്ങുന്നതിന് അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന് ലോവർ ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും, പിന്നെ എൻവയോൺമെന്റ് ഇമ്പാക്ട് കുറവായിരിക്കും, പിന്നെ ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചുകൂടാ, പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്, വിച്ച് ഈസ് എനർജി ക്രൈസിസ്. എന്താണോ എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിക്ക് വേണ്ടി, ഇലക്ട്രിക്കൽ എനർജിക്ക് വേണ്ടിയുള്ള ഡിമാൻഡൊക്കെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇലക്ട്രിക്കൽ എനർജിയുടെ സപ്ലൈ അഥവാ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൾ ആയിക്കോട്ടെ, കൽക്കരി ആയിക്കോട്ടെ, ഫോസിൽ ഇന്ധനങ്ങളായിക്കോട്ടെ, പെട്രോൾ ഡീസൽ പോലത്തെ ഫോസിൽ ഇന്ധനങ്ങളുടെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്രൈസിസ് അല്ലേ? നമ്മുടെ ആവശ്യകത കൂടുന്നു, പക്ഷേ അവൈലബിലിറ്റി കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് വിളിക്കുക. എനർജി ക്രൈസിസ് ഇസ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എനർജി ആൻഡ് ഡിക്രീസ് ഇൻ അവൈലബിലിറ്റി. ഡെഫിനിഷൻ പഠിച്ചു വേണം, പരീക്ഷയിൽ 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി ക്രൈസിസിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെ തടയാതെ കുറയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് വഴി എന്താണ്? സോളാർ എനർജിയാണ്. അപ്പോൾ സോളാർ എനർജി ബേസിക്കലി എങ്ങനെ വർക്ക് ചെയ്യാം? സൺലൈറ്റ് വന്ന് ഒരു സോളാർ സെല്ലിൽ വീഴും, സോളാർ സെല്ല് അത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും. പക്ഷേ സോളാർ സെല്ലും ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ സെല്ലുകൾ ചേർത്ത് സോളാർ പാനൽ ഉണ്ടാക്കും. അത് മൊത്തത്തിൽ തരുന്ന എനർജി എന്താണ്? ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പരിപാടിയാണ് സോളാർ സെല്ല് ചെയ്യുന്നത്. അവിടെ കൺസ്ട്രക്ഷൻ പക്ഷേ ഒരു സെല്ലല്ല ഉപയോഗിക്കാം, മൾട്ടിപ്പിൾ സെല്ല് നമ്മൾ ഉപയോഗിക്കും. കാരണം ഒരു സെല്ല് നെഗ്ലിജിബിൾ വോൾട്ടേജും കറണ്ട് തരുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ സെല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ സോളാർ എനർജി വെച്ചിട്ടുണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അഥവാ ഇലക്ട്രിസിറ്റി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ബാറ്ററിയിൽ. നമുക്ക് ഡാമിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ KSB എന്ന് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക് എനർജി നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ആപ്ലിക്കേഷൻ പവർ പ്ലാന്റ്സിലുണ്ട്, അതുപോലെ തന്നെ സ്മോൾ കേസ് നീഡ്സിലുണ്ട്, വീടുകളിലുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് വേൾഡിലെ ഫസ്റ്റ് എയർപോർട്ട് ടു എൻറ്റയർലി ഓപ്പറേറ്റ് ഓൺ സോളാർ പവർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എക്സ്ട്രാ എനർജി അവർ KSBക്ക് കൊടുക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റൽ അവാർഡ് 2018 കിട്ടി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതൊക്കെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പരീക്ഷയിൽ 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ള റൂഫ് ടോപ്പ് പവർ പ്രൊജക്ട് ആണ്. ബേസിക്കലി നമ്മുടെ റൂഫ് ടോപ്പിന്റെ വീടിന്റെ ഒക്കെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി സോളാർ പാനൽ വെക്കുന്ന പരിപാടിയാണ്. ഇത് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനീഷ്യേറ്റീവ് പേരാണ് റൂഫ് ടോപ്പ് പവർ പ്രൊജക്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റും KSBയും കൂടെ ചെയ്ത ഒരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 1 മാർക്കിലുള്ള പരീക്ഷയെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആരൊക്കെ തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് പഠിക്കാനുള്ള കാർബൺ ഫുട് പ്രിന്റ് ആണ്. ബേസിക്കലി നമ്മുടെ ലോകത്ത് എന്താണ് കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ നൈട്രജൻ ഓക്സൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിന്റെ പ്രശ്നം എന്താണ്? അതൊക്കെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. അപ്പോൾ ഓവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയാലും ഭയങ്കര ഹീറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ മൊത്തം ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടും. അതിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുക, അല്ലെ? ആഗോള താപനം എന്ന് വിളിക്കുക. അപ്പോൾ ആ ആഗോള താപനം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഫുട് പ്രിന്റിനെ കുറയ്ക്കണം. പക്ഷെ എന്താണ് ഈ കാർബൺ ഫുട് പ്രിന്റ്? പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. ദ ക്വാണ്ടിറ്റി ഓഫ് സച്ച് എമിറ്റഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൺവേർട്ടഡ് ആൻഡ് എക്സ്പ്രസ് ആസ് ഇക്വലന്റ് ടു ദ മെഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് കാർബൺ ഫുട് പ്രിന്റ്. എന്തെങ്കിലും മനസ്സിലായോ? സംഭവത്തിലൂടെ ഇവിടെ ഈ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ വാട്ടർ വേപ്പർ ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. പക്ഷെ ഇതൊക്കെ ഓരോന്നായിട്ട് അളക്കുന്നതിന് പകരം എല്ലാത്തിനും നമ്മൾ അളന്നിട്ട് കാർബണിന്റെ അഥവാ കാർബൺ ഡയോക്സൈഡിന്റെ ടേംസിൽ നമ്മൾ ഒരു നമ്പർ ആക്കി പറയുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ വിളിക്കുക കാർബൺ ഫുട് പ്രിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാത്തിനും കാർബൺ ഡയോക്സൈഡിന് ഇക്വലന്റ് ആക്കി പറയുന്നതാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക, ഡെഫിനേഷൻ പഠിച്ചു വെക്കണം, പരീക്ഷയിൽ 1 മാർക്കായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് ഈ കാർബൺ ഫുട് പ്രിന്റിന് എങ്ങനെ കുറയ്ക്കാം. പല പല വഴികളുണ്ട്. ഏതെങ്കിലും ഒരു 3 വഴി പഠിച്ചു വെക്കുക. അവോയ്ഡിങ് വേസ്റ്റിംഗ് ഫുഡ് പഠിച്ചു വെക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ എഴുതി വെക്കുക, എഡ്യൂക്കേറ്റ് സൊസൈറ്റി അബൌട്ട് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്. ഏതെങ്കിലും ഒരു 3-4 പഠിച്ചു വെക്കുക. പരീക്ഷയിൽ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചു
ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ, ഇതൊന്നും കൂടി റിവൈസ് ചെയ്ത് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിന് പരീക്ഷയിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായി എന്ന് പറയാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. ഓൾസോ എക്സാമിനറിന്റെ ബാക്കിയുള്ള ലൈവുകളിലൊക്കെ വന്നിട്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ കാര്യങ്ങളും കൂടി പഠിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡെയിലി ലൈവ് ക്ലാസ് വെച്ചിട്ട് നമുക്ക് അവിടെയും പഠിക്കാവുന്നതാണ്. അങ്ങനെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ A+ അല്ലാത്ത മറ്റൊരു ഗ്രേഡ് നിങ്ങൾ ആലോചിക്കുക പോലും ആവശ്യമില്ല.